Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് പാരഡിഗം സബ്ജക്റ്റിലെ മൊഡ്യൂൾ 5 വരുന്ന ടോപ്പിക്കാണ് കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നോക്കേണ്ടത് കൺസ്ട്രക്ടേഴ്സ്. അപ്പോൾ എന്താണ് ഒരു കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ആരാണ്? കൺസ്ട്രക്ടർ ആണ്. അതായത് ഒരു ഒബ്ജക്റ്റിൽ എന്തുണ്ടായിരിക്കും? ഒബ്ജക്റ്റ് ആട്രിബ്യൂട്ട്സ് വരും. അതിലേക്ക് ഇനീഷ്യൽ വാല്യൂസ് സെറ്റ് ചെയ്യുന്നത് ആരാണ്? കൺസ്ട്രക്ടർ ആണ്. അപ്പോൾ എപ്പോഴാണ് കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നത്? അതായത് ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലേ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നത്. Object-oriented languages provide some special mechanism to initialize an object automatically at the beginning of its lifetime, which is known as a constructor. The lifetime of an object to be the interval during which is occupied space and can thus hold data. Object-oriented languages allow automatic initialization of objects when they are created by the constructor. A few languages provide a similar destructor mechanism to finalize an object automatically at the end of its lifetime. Okay, ഒരു ഒബ്ജക്റ്റ് ലൈഫ് ടൈം അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട അതിനൊരു എക്സാമ്പിൾ ആണ്. അതായത് ജാവ കൺസ്ട്രക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്? അതായത് ഫസ്റ്റ് തന്നെ എന്ത് വേണം? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അതായത് ഫസ്റ്റ് എന്ത് വേണം? ഒരു ക്ലാസ് വേണം. ദെൻ അത് വെച്ചിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നത്. ഒരു ക്ലാസ് മൈ ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അത് പബ്ലിക് ക്ലാസ് മൈ ക്ലാസ്. അവിടെ എന്ത് ചെയ്തു? ഇൻറ്റ് എക്സ് എന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് ആണ്. ഒരു ആട്രിബ്യൂട്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെന്ന് പറയുന്നത് പബ്ലിക് ആയിട്ടാണ് വെക്കുന്നത്. അതിൻ്റെ നെയിം എന്ന് പറയുന്നത്, കൺസ്ട്രക്ടറിന്റെ നെയിം എന്ന് പറയുന്നത് ക്ലാസിന്റെ സെയിം നെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പബ്ലിക് മൈ ക്ലാസ്. അപ്പോൾ എന്താ കൺസ്ട്രക്ടർ ചെയ്യുന്നത്? അതായത് ആട്രിബ്യൂട്ട്സിന് വാല്യൂ, ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യലാണ് അല്ലേ? അപ്പോൾ എക്സ് ഈക്വൽ ടു 5, അതായത് ആട്രിബ്യൂട്ട് എക്സിന് എന്ത് കൊടുത്തു? വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തു. സെറ്റ് ദി ഇനീഷ്യൽ വാല്യൂ ഫോർ ദി ക്ലാസ് ആട്രിബ്യൂട്ട് എക്സ്. അത് കഴിഞ്ഞു. ഇനി അപ്പോൾ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. ഈ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നത് എപ്പോഴാണ്? അതായത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഒരു ഒബ്ജക്റ്റ്, അതായത് മൈ ക്ലാസ് എന്നുള്ള നെയിമിൽ, അതായത് ഒരു ക്ലാസിന്റെ, ആ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, മൈ ഒബ്ജക്റ്റ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് മൈ ക്ലാസ്, ദിസ് വിൽ കോൾ ദി കൺസ്ട്രക്ടർ. ഓക്കെ, ദെൻ എന്ത് ചെയ്തു? അത് പ്രിന്റ് ചെയ്തു. പ്രിന്റ് ദി വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ അവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത്? 5 ആണ് കിട്ടുന്നത് അല്ലേ? അതായത് എക്സിന്റെ വാല്യൂ 5 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഒരു ജാവ കൺസ്ട്രക്ടറിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എ സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻ ഹാവിംഗ് same name as that of its class, which is used to initialize some valid values to the member variables. നേരത്തെ പറഞ്ഞ കേസ് തന്നെ. കൺസ്ട്രക്ടർ ഷുഡ് ബി ഡിക്ലെയർഡ് ഇൻ ദി പബ്ലിക് സെക്ഷൻ ഓഫ് ദി ക്ലാസ്. നേരത്തെ എക്സാമ്പിൾ കണ്ടല്ലോ. എ കൺസ്ട്രക്ടർ ഡസ് നോട്ട് അലോക്കേറ്റ് ദി സ്പേസ് ഫോർ എൻ ഒബ്ജക്ട്, ഇറ്റ് ഇനീഷ്യലൈസ് ദി ഒബ്ജക്ട് ഇൻ ദി അലോക്കേറ്റഡ് സ്പേസ്. ഇനി നോക്കേണ്ടത് കൺസ്ട്രക്ടേഴ്സിന്റെ എക്സിക്യൂഷൻ ഓർഡർ ആണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് എന്താ? കൺസ്ട്രക്ടേഴ്സ് ഓഫ് ബേസ് ക്ലാസ്സസ്, അതുപോലെ കൺസ്ട്രക്ടേഴ്സ് ഓഫ് ഡിറൈവ്ഡ് ക്ലാസ്, അതുപോലെ കൺസ്ട്രക്ടർ ഓഫ് ദി ക്ലാസ് ഇറ്റ്സെൽഫ്. ഇതാണ് അതിന്റെ എക്സിക്യൂഷൻ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നോക്കേണ്ടത് കീ പോയിന്റ്സ് വൈൽ ഡിഫൈനിങ് കൺസ്ട്രക്ടർ. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യമാണ്. അതാണ് ഫസ്റ്റ് തന്നെ എക്സാമ്പിൾ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ചെറിയൊരു പ്രോഗ്രാം നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് എന്താന്ന് മനസ്സിലായല്ലോ, കഴിഞ്ഞു. ശരിക്കും എന്താണ് കൺസ്ട്രക്ടർ എന്നുള്ളത് നമുക്കത് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, അത് തന്നെയാണ് ഈ സബ്ജക്റ്റിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നതിന്റെ മെയിൻ കാരണം ഇതാണ്. കാരണം കുറേ തിയറീസ് വെറുതെ വാരി വലിച്ച് കുറേ തിയറീസ് കിടന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ്. പക്ഷെ എക്സാം നമുക്ക് എഴുതിയേ പറ്റുള്ളൂ. പക്ഷെ നമ്മളൊരു പ്രോഗ്രാം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. കാരണം നമ്മൾ ആരും പ്രോഗ്രാം അറിയാത്ത ഒരാൾ പോലും ഇല്ല.
ഈ ഒരു ക്ലാസ് കേൾക്കുന്നവരാണെങ്കിൽ ഒരാൾ പോലും പ്രോഗ്രാം അറിയാത്തവരാരും ഉണ്ടാവില്ല. കാരണം അങ്ങനെ അറിയാത്തവരാണെങ്കിൽ എന്തായാലും ഇവിടം വരെ എത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. ആരുമില്ല, നമുക്ക് എല്ലാവർക്കും പ്രോഗ്രാം അറിയുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു പ്രശ്നം, അതായത് കുറേ ആവശ്യമില്ലാത്ത തിയറികൾ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം വെച്ചിട്ട് എപ്പോഴും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ഓക്കെ, അപ്പോൾ എ കൺസ്ട്രക്ടർ ഹാസ് സെയിം നെയിം ആസ് ദാറ്റ് ഓഫ് ദി ക്ലാസ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ്. നേരത്തെ കണ്ടല്ലോ, അതായത് നേരത്തെ സെയിം ക്ലാസിന്റെ നെയിം തന്നെയാണ് കൺസ്ട്രക്ടർ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതുപോലെ എങ്ങനെയാണ് കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ടഡ് ഓട്ടോമാറ്റിക്കലി. ഇനി ഒരു കൺസ്ട്രക്ടറിന് എന്തില്ല, റിട്ടേൺ ടൈപ്പ് ഇല്ല, നോട്ട് ഈവൻ വോയിഡ്. ഇനി ഒരു ക്ലാസ്സിൽ ഒന്നിലധികം കൺസ്ട്രക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അതായത് അതിന്റെ പാരാമീറ്റർ ലിസ്റ്റ് വെച്ചിട്ടാണ് നോക്കുന്നത്. നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. If you don't provide a constructor of your own, then the compiler generates the default constructor. Okay, a constructor can preferably be used for initialization and not for input or output operations. Okay, അപ്പോൾ constructor എന്ന് പറയുന്നത് initialization ആണ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ input output operationsന് വേണ്ടിയിട്ടല്ല. Okay, then Smalltalk, EIFFEL, C++, Java and C#. All allows more than one constructor for a given class. അതിൽ C++, Java അതുപോലെ തന്നെ C#. ഇവിടെ constructors distinguish ചെയ്യുന്നത് by their numbers and types of arguments. Okay. ഇനി Smalltalk and EIFFEL ഈ ഒരു ലാംഗ്വേജസ് എടുക്കുകയാണെങ്കിൽ അവിടെ നേരത്തെ കേസ് എങ്ങനെയായിരുന്നു, അതായത് കൺസ്ട്രക്ടറിന് സെയിം നെയിം ആണ്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ഡിഫറെന്റ് നെയിംസ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ Smalltalk resembles EIFFEL in the use of multiple named constructors. ഇനി modular 3 and Obron ഇവിടെയാണെങ്കിൽ constructors ഇല്ല. The programmer must initialize everything explicitly. ഇനി ADA 95 ആണെങ്കിൽ supports constructors and destructors. Okay. Then ഇത് നോക്കുന്ന അതിന്റെ സിൻടാക്സ് ആണ്, അതായത് ക്ലാസ് നെയിം കൊടുത്തു. അപ്പോൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതായത് പബ്ലിക് ആയിട്ടാണ് അല്ലേ, പബ്ലിക്, ദെൻ സെയിം നെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ക്ലാസ് നെയിം. പിന്നെ എങ്ങനെയാണ്, അതിന്റെ പാരാമീറ്റർ ലിസ്റ്റ് കൊടുത്തു. അതായത് ഒരു ക്ലാസ്സിൽ ഒന്നിലധികം കൺസ്ട്രക്ടർ വരുമ്പോൾ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, C++, ജാവ കേസിലൊക്കെ ആകുമ്പോൾ അതിന്റെ പാരാമീറ്റർ ലിസ്റ്റ് അല്ലേ, അതായത് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്സ് നോക്കിയിട്ടാണ് നോക്കുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പറഞ്ഞു. ഓക്കെ, ഇതാണ് അതിന്റെ സിൻടാക്സ് വരുന്നത്. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് C++ൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ എക്സാമിന് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, അതായത് C++ൽ ഉള്ളതാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, അപ്പോൾ ജാവയിൽ വരുന്നതും C++ൽ വരുന്നതും രണ്ടും നന്നായി പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്, ഒരു ക്ലാസ് റെക്ടാങ്കിൾ. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്താ, അതിൻ്റെ ആട്രിബ്യൂട്ട്സിൽ അതായത് വേരിയബിൾസ് കൊടുത്തു, പ്രൈവറ്റ്, ഇൻറ്റ് ലെങ്ത്, അതിൻ്റെ ബ്രെഡ്ത്ത് കൊടുത്തു. ഇനി എന്താ, കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു, പബ്ലിക് റെക്ടാങ്കിൾ, ക്ലാസ് നെയിം എന്ന് പറയുന്നത് റെക്ടാങ്കിൾ ആണ്, സെയിം നെയിമിൽ എന്ത് ചെയ്തു, കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അതിന് വേണ്ട അതിൽ പിന്നെ എന്ത് വേണം, ആട്രിബ്യൂട്ട്സിനെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കണം അല്ലേ, അതായത് ലെങ്ത് ഈക്വൽ ടു 5, ബ്രെഡ്ത്ത് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ ഇൻറ്റ് ഏരിയ, ഇൻറ്റ് എ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ നമുക്കതിന് ലാസ്റ്റ് എന്താ, സി ഔട്ട് ചെയ്തു അല്ലേ, സി ഔട്ട് ഏരിയ ഈസ് എ അല്ലേ. ദെൻ വോയിഡ് മെയിനിൽ റെക്ടാങ്കിൾ, അതായത് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, റെക്ടാങ്കിൾ R1, ദെൻ R1 ഡോട്ട് ഏരിയ അല്ലേ, ആ ഫംഗ്ഷൻ എന്ത് ചെയ്തു, കോൾ ചെയ്തു. ഓക്കെ, ഇതാണ് C++ൽ വരുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. സെയിം തന്നെയാണ്, പക്ഷെ എന്തായാലും പഠിച്ചിരിക്കുക. ദെൻ ഇത് നോക്കേണ്ടത് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടേഴ്സ്. അപ്പോൾ ജാവ ഉണ്ട്, അതുപോലെ തന്നെ എന്താ C++ ഉണ്ട്. അപ്പോൾ ജാവയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടർ, ഡിഫോൾട്ട്, നോ ആർഗ്യുമെന്റ്, പാരാമീറ്ററൈസ്ഡ്. ഇനി C++ ആണെങ്കിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ, കോപ്പി കൺസ്ട്രക്ടർ. ഓക്കെ, ഇനി നമുക്കിനി അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യമാണ് EIFFEL constructors and expanded objects. In EIFFEL, every variable is initialized to a default value, അതായത് 0 വെച്ചിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്.
For built-in types, the default values are all 0. For references to objects, the default value is void. For variables of expanded class type, the defaults are applied recursively to members. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഒരു ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതായത് ഇതാണ് അതിൻ്റെ ഒരു ക്രിയേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ക്രിയേഷൻ ഓപ്പറേറ്റർ. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് വേരിയബിൾ ആണ്. വേരിയബിൾ ഡോട്ട് ക്രിയേറ്റർ ഓഫ് ആർഗ്യുമെന്റ്സ്. അപ്പോൾ ഇത് പറയുന്നത് എന്താന്ന് പറഞ്ഞു? വേരിയബിൾ ആണ്. അപ്പോൾ ഈ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് where var is a variable of some class type t. ക്രിയേറ്റർ എന്ന് പറയുന്നത് എന്താ? അതായത് കൺസ്ട്രക്ടർ ആണ്. ക്രിയേറ്റർ ഈസ് എ കൺസ്ട്രക്ടർ ഫോർ ടി. അപ്പോൾ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ക്ലാസ്, അതായത് ക്ലാസ് ടൈപ്പ് ടിയുടെ വേരിയബിൾ ആണ്. ക്രിയേറ്റർ എന്ന് പറയുന്നത് ആ ക്ലാസിന്റെ എന്താണ്? കൺസ്ട്രക്ടർ ആണ്. ഓക്കെ, then in the common case var will be references and the creation operator will allocate space for an object of class tree and then call the object constructor. അല്ലേ? അതായത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നത്. അല്ലേ? ഒരു ക്രിയേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അതായത് ഒരു ഒബ്ജക്റ്റിന് വേണ്ട സ്പേസ് എന്ത് ചെയ്യുന്നു? അലോക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ കൺസ്ട്രക്ടറിനെ എന്ത് ചെയ്യുന്നു? കോൾ ചെയ്യുന്നു. then call the object's constructor. okay, then ഇനി വരുന്നത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ഓക്കെ, അപ്പോൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്. അതായത് കമ്പൈലർ, അതായത് കൺസ്ട്രക്ടർ എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? കമ്പൈലർ ഇംപ്ലിസിറ്റ്ലി എന്ത് ചെയ്യുന്നു? ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ default constructor is the constructor which doesn't take any argument. It has no parameter. ഇല്ല. The constructor is called as soon as the object is created which initialize its data members. If we do not define a constructor explicitly, the compiler will provide a default constructor implicitly. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ക്ലാസ് നെയിം. ഓക്കെ, ക്ലാസ് നെയിം, then constructor definition. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ക്ലാസ് ക്യൂബ്, ദെൻ അതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇൻറ്റ് സൈഡ്. ഒരു കൺസ്ട്രക്ടർ പബ്ലിക് ക്യൂബ്. ഓക്കെ, ദെൻ സൈഡ് ഈക്വൽ ടു 10 വാല്യൂ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇൻറ്റ് മെയിൻ, അവിടെ ക്യൂബ് സി, അതായത് ക്ലാസ്സിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ സി ഔട്ട്, സി ഡോട്ട് സൈഡ്. ഓക്കെ, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് 10. ഓക്കെ, അതായത് ഇവിടെ കൺസ്ട്രക്ടേഴ്സിന് എന്താ? അതായത് പാരാമീറ്റേഴ്സ് ഒന്നുമില്ല. ഓക്കെ, ദെൻ ഇനി വരുന്നത് പാരാമീറ്ററൈസ് കൺസ്ട്രക്ടർ. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അതായത് C++ൽ വരുന്ന കൺസ്ട്രക്ടർ ആണ്. അതായത് ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ഓക്കെ, ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്തായാലും ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ അത്. അതായത് C++ൽ വരുന്ന കൺസ്ട്രക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ പാരാമീറ്ററൈസ് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ എന്താ? അറിയാലോ, അതായത് കൺസ്ട്രക്ടർ വിത്ത് പാരാമീറ്റർ. ഓക്കെ, using this constructor you can provide different values to data members of different objects by passing the appropriate values as arguments. Okay, നമുക്ക് അതിന്റെ എക്സാമ്പിൾ വരുന്നുണ്ട്. The constructor that can take arguments are called parameterized constructors. അതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. C++ permits us to achieve this object by passing arguments to the constructor function when the objects are created. Okay, നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഇതാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ക്ലാസ് ക്യൂബ്, then പബ്ലിക് ഇൻറ്റ് സൈഡ്, then ക്യൂബ് ഇൻറ്റ് എക്സ്. ക്യൂബ് എന്ന് പറയുന്നത് എന്താ? അതായത് കൺസ്ട്രക്ടർ ആണ്. കൺസ്ട്രക്ടർ വിത്ത് പാരാമീറ്റർ, then സൈഡ് ഈക്വൽ ടു എക്സ്. ഇവിടെ ഇൻറ്റ് മെയിനിൽ എന്ത് ചെയ്യാം? അതായത് ക്ലാസിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അതായത് ഫസ്റ്റ് സെന്റൻസിൽ തന്നെ എന്താ പറഞ്ഞത്? അതായത് ഡിഫറെന്റ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ഡിഫറെന്റ് ഒബ്ജക്ട്സ് വിത്ത് ഡിഫറെന്റ് വാല്യൂസ് അല്ലെ? എങ്ങനെയാണ്? അതായത് ഡിഫറെന്റ് വാല്യൂസ് ആർഗ്യുമെന്റ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത് അല്ലെ? അപ്പോൾ ക്യൂബ് C1 ഓഫ് 10, ദെൻ ക്യൂബ് C2, അടുത്ത ഒരു ഒബ്ജക്റ്റ്, അവിടെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ് അല്ലെ? അതിന്റെ ആർഗ്യുമെന്റ് വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്.
Then cube C3. C3 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അവിടെ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. Then cout C1 dot side. അപ്പോൾ എന്താ പ്രിന്റ് ചെയ്യാം? 10 അല്ലേ? Then cout C2 dot side 20 അല്ലേ? Then cout C3 dot side 30. അപ്പോൾ അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 10, 20, 30. ഓക്കെ, ഇതാണ് പാരാമീറ്ററൈസ് കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടർ വിത്ത് പാരാമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ in order to initialize various data elements of different objects with different values when they are created. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് എക്സാമ്പിൾ വേറെ നോക്കാൻ പോവാണ്. അപ്പോൾ ക്ലാസ് റെക്റ്റാങ്കിൾ then എന്താ പ്രൈവറ്റ് ഇൻറ്റ് ലെങ്ത് ബ്രെഡ്ത്ത് ആട്രിബ്യൂട്ട് വെച്ചു. then പബ്ലിക് റെക്റ്റാങ്കിൾ, അതായത് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. ക്ലാസിന്റെ സെയിം നെയിം തന്നെയാണ് അല്ലേ? റെക്റ്റാങ്കിൾ ഇൻറ്റ് എ ഇൻറ്റ് ബി, അതായത് പാരാമീറ്റർ. then length equal to a, breadth equal to b. ഇനി വരുന്നത് int area. നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ്. int a equal to length into breadth, then cout area is a. ഓക്കെ, ഇനി എന്താ വേണ്ടത്? അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ക്ലാസ് റെക്റ്റാങ്കിളിന്റെ രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് R1, R2. റെക്റ്റാങ്കിൾ R1 ഓഫ് 5, 6, റെക്റ്റാങ്കിൾ R2 ഓഫ് 7, 8. രണ്ട് ഡിഫറെന്റ് വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ R1 ഡോട്ട് ഏരിയ എന്ന് പറയുമ്പോൾ എന്താ? അതായത് 5, 6 എന്നുള്ള വാല്യൂസ് പോകുന്നു അല്ലേ? അപ്പോൾ ഏരിയയിൽ എന്ത് ചെയ്യുന്നു? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത് എന്ന് പറയുമ്പോൾ 5, ബ്രെഡ്ത്ത് ഈക്വൽ ടു 6 കിട്ടുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? അത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നു, റിസൾട്ട് കിട്ടുന്നു. അതുപോലെ തന്നെ R2 എന്ന് പറയുമ്പോൾ 7, 8 ആണ്. അപ്പോൾ 7, 8 എന്നുള്ള വാല്യൂ ആണ് അവിടേക്ക് പോകുന്നത്. അതായത് ഏരിയ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 7, ബ്രെഡ്ത്ത് ഈക്വൽ ടു 8, ദെൻ കാൽക്കുലേറ്റ് ചെയ്തുള്ള റിസൾട്ട് കിട്ടുന്നു. ഓക്കെ, അതാണ് പറയുന്നത് in order to initialize various data elements of different objects with different values when they are created. Okay. Then ഇനി നമുക്ക് നോക്കേണ്ടത് കോപ്പി കൺസ്ട്രക്ടർ. അപ്പോൾ എന്താണ് ഒരു കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ? അതായത് സെയിം ക്ലാസ്സിലെ എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റ് വെച്ചിട്ട് പുതുതായിട്ട് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യാം. Copy constructor is a constructor that creates a new object using an existing object of the same class. അപ്പോൾ ഒരു പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? അവിടെ ഡാറ്റ മെമ്പേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത്, അതായത് ആ ഡാറ്റ മെമ്പേഴ്സ് ഇനിഷ്യലൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റിന്റെ ഡാറ്റ മെമ്പേഴ്സ് വെച്ചിട്ടാണ്. ഇനീഷ്യലൈസ് each data member of newly created object with corresponding data members of existing object passed as argument. Okay, argument ആയിട്ടാണ് അത് ചെയ്യുന്നത്. Since it creates a copy of an existing object, so it is called copy constructor. Okay, these are special type of constructors which takes an object as argument and is used to copy values of data members of one object into other object. Okay, അതിന്റെ എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. Then ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ ക്ലാസ് കൗണ്ടർ, then int c, then public counter int a. അപ്പോൾ എന്ന് പറയുന്നത് എന്താ? ഒരു സിംഗിൾ പാരാമീറ്റർ കൺസ്ട്രക്ടർ ആണ്. then c equal to a. ഓക്കെ, ഇനി കൗണ്ടർ ആൻഡ് ob. ഇവിടെ ob എന്ന് പറയുന്നത് ഓൾഡ് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ എന്താ എന്ന് പറയുന്നത്? കോപ്പി കൺസ്ട്രക്ടർ ആണ് അല്ലേ? then cout കോപ്പി കൺസ്ട്രക്ടർ ഇൻവോക്ഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. അതായത് കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ എന്താ? അതായത് എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റ് അല്ലേ? എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റിലെ വാല്യൂസ് എന്ത് ചെയ്യാണ്? പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിലേക്ക് കോപ്പി ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആർഗ്യുമെന്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഒബ്ജക്റ്റിനെ തന്നെ ആർഗ്യുമെന്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ c equal to ob dot c. then void show cout c. ഓക്കെ, ഇനി നമ്മൾ ഇനി എന്ത് വേണം? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നത് അല്ലെ? അപ്പോൾ കൗണ്ടർ c1 of 10. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണ്. ഇപ്പൊ സാധാരണ ഒരു കേസാണ്, അതായത് കോപ്പി കൺസ്ട്രക്ടർ അല്ല, ഈ ഒരു സെക്ഷൻ ഇല്ല. ഓക്കെ, ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ കൗണ്ടർ c1 of 10 എന്ന് പറയുമ്പോൾ ഈ വാല്യൂ എങ്ങോട്ട് പോകുന്നത്? അതായത് ഇങ്ങോട്ടേക്ക് അല്ലെ? അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്? കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാണ്. അപ്പോൾ ഈ 10 എന്ന് പറയുന്ന വാല്യൂ എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും അല്ലെ? ഇങ്ങോട്ട് പാസ് ചെയ്യും അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യും? c equal to എന്ന് പറയുമ്പോൾ c equal to എന്താ? 10 ആണ്. അങ്ങനെയാണ് സാധാരണ രീതിയിലുള്ളത്. ഇനി കോപ്പി കൺസ്ട്രക്ടർ ആവുമ്പോൾ എന്താ ചെയ്യുന്നത്?
അതായത് കൗണ്ടർ C2 of C1. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓൾഡ് ഒബ്ജക്റ്റ് ആണ്. ഇതെന്ന് പറയുന്നത് പുതിയത് ഒബ്ജക്റ്റ് ആണ് അല്ലേ? ഇത് എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റ് ആണ് എന്ന് പറയുന്നത് ന്യൂ ഒബ്ജക്റ്റ് ആണ്. ദെൻ കൗണ്ടർ C2 of C1. അതായത് ഇവിടെ എന്താ കോപ്പി കൺസ്ട്രക്ടറിനെ എന്ത് ചെയ്തു കോൾ ചെയ്തു. അതായത് എക്സിസ്റ്റിംഗ് ആയുള്ള ഒബ്ജക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൗണ്ടർ C2 of C1 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അതായത് ഇതിന്റെ വാല്യൂ അല്ലെ, ഇതിന്റെ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടേക്ക് പോകുന്നത്. ഓക്കെ, അതായത് ഇവിടെ എന്ത് ചെയ്തു കോപ്പി കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തു അല്ലെ. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു. അതായത് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. അതാണ് OB.C, അതായത് ഓൾഡ് ഒബ്ജക്റ്റ് ഡോട്ട് സി. അപ്പോൾ ഓൾഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ C1 അല്ലേ. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ് അല്ലേ പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങോട്ട് പോകും? ഇവിടേക്ക് പോകും, സിയിലേക്ക് പോകും. ഓക്കെ, ദെൻ C1 ഡോട്ട് ഷോ, ദെൻ C2 ഡോട്ട് ഷോ. രണ്ടിൽ എന്താ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ 10 തന്നെയാണ് അല്ലേ. സെയിം വാല്യൂ ആണ് കോപ്പി ചെയ്തത്, പാസ് ചെയ്തത്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഡിസ്ട്രക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഡിസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ? എന്ന് പറയുന്നത് ഒരു മെമ്പർ ഫംഗ്ഷൻ ആണ്. എന്ന് പറയുന്നത് ഡിസ്ട്രക്ട് ചെയ്യുക, അതായത് ഡിലീറ്റ് ചെയ്യുക അല്ലേ, ഡിലീറ്റ്സ് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡിസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത് മറ്റു മെമ്പർ ഫംഗ്ഷനിൽ നിന്ന് എങ്ങനെയാണ്, അതായത് നോർമൽ മെമ്പർ ഫംഗ്ഷൻ ആയിട്ട് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഡിസ്ട്രക്ടർ is a member function having same name as that of constructor, but it is preceded by tilde symbol and is executed automatically when object of a class is destroyed. Okay, a destructor function is called automatically when the object goes out of scope. അതായത് എങ്ങനെയൊക്കെ ആയിരിക്കാം? the function ends, അതുപോലെ the program ends, a block containing temporary variables ends, a delete operator is called. Okay, then key points while defining destructor. A destructor has same name as that of the class to which it belongs preceded by tilde sign. അതുപോലെ a destructor is executed automatically whenever the object is destroyed. അപ്പോൾ ഡിസ്ട്രക്ടറിലും എന്തില്ല? റിട്ടേൺ ടൈപ്പ് ഇല്ല. നോട്ട് ഈവൻ void and no arguments. ഇവിടെ ആർഗ്യുമെന്റ്സും ഇല്ല. ഇനി ഒരു ക്ലാസ്സിൽ ഒരു ഡിസ്ട്രക്ടർ ആണ് വരുന്നത്. If you don't provide a destructor of your own, then the compiler generate a default destructor. അതായത് കൺസ്ട്രക്ടറിന്റെ കേസ് പറഞ്ഞില്ലേ അതന്നെ. അതുപോലെ തന്നെ ഇവിടെയും എന്താണ്, അതായത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കമ്പൈലർ ആണ് ഡിഫോൾട്ട് ആയിട്ട് ഡിസ്ട്രക്ടർ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എ ഡിസ്ട്രക്ടർ ക്യാൻ ബി യൂസ്ഡ് ടു ഡീഅലോക്കേറ്റ് മെമ്മറി. അപ്പോൾ കൺസ്ട്രക്ടർ എന്തായിരുന്നു? മെമ്മറി അലോക്കേറ്റ് ചെയ്തിരുന്നു, അതായത് ഒബ്ജക്റ്റിന് മെമ്മറി അലോക്കേറ്റ് ചെയ്തിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്? ഒബ്ജക്റ്റിന്റെ മെമ്മറി എന്ന് പറയുന്നത് അലോക്കേറ്റ് ചെയ്ത മെമ്മറി ഡീഅലോക്കേറ്റ് ചെയ്യാണ് അല്ലേ. യൂസ്ഡ് ടു ഡീഅലോക്കേറ്റ് മെമ്മറി ഫോർ ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഡിക്ലെയർഡ് ഇൻ ദി പബ്ലിക് സെക്ഷൻ. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കേണ്ട അതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പം അതിൽ ഫസ്റ്റ് തന്നെ ക്ലാസ് കൗണ്ടർ, അതിൽ ഇൻറ്റ് ID, ദെൻ പബ്ലിക് കൗണ്ടർ ഇൻറ്റ് I. അപ്പോൾ എന്ന് പറയുന്നത് എന്താ? കൺസ്ട്രക്ടർ ആണ് അല്ലേ, അതായത് സിംഗിൾ പാരാമീറ്റർ കൺസ്ട്രക്ടർ ആണ്. അതിന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് I ആണ് അല്ലേ. അപ്പോൾ ID ഈക്വൽ ടു I, അതായത് എന്ത് ചെയ്തു? ഇനീഷ്യലൈസേഷൻ അല്ലേ ചെയ്തു. ദെൻ സി ഔട്ട് കൺസ്ട്രക്ടർ ഓഫ് ഒബ്ജക്ട് വിത്ത് ID ഈക്വൽ ടു ID. ദെൻ അത് ക്ലോസ് ചെയ്തു. പിന്നെ എന്താ വരുന്നത്? ഡിസ്ട്രക്ടർ ആണ് വരുന്നത്. അപ്പോൾ സെയിം നെയിം തന്നെയാണ്, കൺസ്ട്രക്ടറിന്റെ സെയിം നെയിം തന്നെയാണ്. അതിന് തൊട്ട് മുന്നായിട്ട് എന്താ, അതായത് അവിടെ ടിൽഡ് അങ്ങനെ ഒരു സിമ്പിൾ ഉണ്ട്, അതും കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രക്ടർ വരുന്നത്. അപ്പോൾ അവിടുത്തെ റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല. ഓക്കെ, റിട്ടേൺ ടൈപ്സ് ഒന്നും തന്നെ വരുന്നില്ല, ആർഗ്യുമെന്റ്സും വരുന്നില്ല. ഇനി സി ഔട്ട് ഡിസ്ട്രക്ടർ വിത്ത് ID ഈക്വൽ ടു ID. ഓക്കെ, ഇനി വോയിഡ് മെയിനിൽ നമുക്ക് എന്താണ്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അതായത് കൗണ്ടർ C1 of 1, കൗണ്ടർ C2 of 2, കൗണ്ടർ C3 of 3. അപ്പോൾ ഇവിടെ 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? 3ലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? അതായത് കൺസ്ട്രക്ടറിനെ എന്ത് ചെയ്യുന്നുണ്ട്? കോൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കൗണ്ടർ C1 of 1. അപ്പോൾ അവിടെ എന്ത് ചെയ്തു?
കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തു. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് എങ്ങോട്ട് പാസ് ചെയ്തിട്ടുണ്ട്? ഇവിടേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടേക്ക് കൗണ്ടറിനെ കോൾ ചെയ്യുമ്പോൾ ഈ 1 എന്ന് പറയുന്നതാണ് ഐയിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ ഐ ഡി ഈക്വൽ ടു എന്തായിരിക്കും? 1 ആവും. അതുപോലെ തന്നെ C2 of 2 എന്ന് പറയുമ്പോൾ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തു. അപ്പോൾ ഈ വാല്യൂ ഇങ്ങോട്ട് പാസ് ചെയ്യും. ഇനി ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടേക്കും കൗണ്ടറിനെ എന്ത് ചെയ്യുന്നുണ്ട്? കോൾ ചെയ്യുന്നുണ്ട്. അതായത് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 എന്ന് പറയുന്ന വാല്യൂ ഇതിലേക്ക് പാസ് ചെയ്യും അല്ലേ? അപ്പോൾ ഇവിടെ കൺസ്ട്രക്ടർ ഓഫ് ഒബ്ജക്ട് വിത്ത് ഐ ഡി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? പ്രിന്റ് ചെയ്ത് വരിക. അതായത് 1, 2, 3 അങ്ങനെ വരും അല്ലേ? ഇനി ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? സി ഔട്ട് എൻഡ് ഓഫ് മെയിൻ. അപ്പോൾ നമ്മൾ നേരത്തെ കേസ് പറഞ്ഞു, അതായത് ഡിസ്ട്രക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാ എപ്പോഴും പെർഫോം ചെയ്യുന്നത്? അതായത് ഒരു ഫംഗ്ഷൻ എൻഡ് ചെയ്യുമ്പോൾ, അതുപോലെ ഒരു പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോൾ അല്ലേ? അപ്പോൾ ഇവിടെ എൻഡ് ഓഫ് മെയിൻ എന്ന് പറയുമ്പോൾ എന്താ? ഇതിവിടെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് ആ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? അതായത് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ? ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എൻഡ് ഓഫ് മെയിൻ കഴിയുമ്പോൾ എന്തായി? ഇനി ഡിലീറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ എങ്ങനെയാ വരിക? അതായത് ഡിസ്ട്രക്ടർ വിത്ത് ഐ ഡി ഈക്വൽ ടു എങ്ങനെയാണ് ഇതിന്റെ ഓർഡർ വരുന്നത്? അതായത് 3, 2, 1 അങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തു. അതായത് അതിന്റെ മെമ്മറി, അലോക്കേറ്റ് ചെയ്ത മെമ്മറി എല്ലാം തന്നെ എന്ത് ചെയ്തു? ഡി അലോക്കേറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. കൺസ്ട്രക്ടർ ഓഫ് ഒബ്ജക്ട് വിത്ത് ഐ ഡി ഈക്വൽ ടു 1, then 2, 3 എൻഡ് ഓഫ് മെയിൻ. ഇനി ഡിസ്ട്രക്ടറിന്റെ കേസ് എടുക്കുമ്പോൾ ഡിസ്ട്രക്ടർ വിത്ത് അവിടെ എങ്ങനെയാണ് പ്രിന്റ് ചെയ്ത് വരുന്നത്? ഐ ഡി 3, 2, 1. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ് കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ എക്സാമിന് കുറേ പ്രാവശ്യം ഈ ഒരു ടോപ്പിക് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് C++ കൺസ്ട്രക്ടേഴ്സ്. അപ്പം അതിൻ്റെ പ്രോഗ്രാം നന്നായി പഠിക്കുക. അതായത് ജാവയിലും അതുപോലെ തന്നെ C++ലും വരുന്ന ആ പ്രോഗ്രാംസ് ഉണ്ടല്ലോ, അത് എന്തായാലും നന്നായി പഠിക്കുക. ഓക്കെ, ഈസി ആയുള്ള കാര്യമാണ്, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് എന്തായാലും മൊഡ്യൂൾ 5, മൊഡ്യൂൾ 6 എന്തായാലും ഫുള്ളായിട്ട് നമുക്ക് എടുത്തു തരാൻ പറ്റില്ല. കാരണം കുറച്ച് ടൈമുള്ളൂ. അപ്പോൾ ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.